സാമ്പത്തിക ബാധ്യതയും ബന്ധങ്ങളിൽ പ്രശ്നങ്ങളും ഉണ്ടാവുക, കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുക, ആരോഗ്യം ഒന്നിനൊന്ന് ക്ഷയിക്കുക തുടങ്ങിയവയൊക്കെ ലക്ഷണങ്ങളാണ്. സിവിയർ കേസസിൽ സീഷേഴ്സും ഹാലൂസിനേഷൻസും വരെ ഉണ്ടാകാം. പലതരം അഡിക്ഷൻസിനെ കുറിച്ചായിരുന്നു കഴിഞ്ഞ വീഡിയോസ് എല്ലാം. ഇനി സബ്സ്റ്റൻസ് അഡിക്ഷനെ കുറിച്ച് മാത്രം എങ്ങനെയാ പറയാതെ പോകുന്നത്? സബ്സ്റ്റൻസ് അഡിക്ഷൻ എന്ന് പറയുമ്പോൾ ആൽക്കഹോൾ, നിക്കോട്ടിൻ, പ്രിസ്ക്രിപ്ഷൻ മെഡിസിൻസ്, മറ്റ് ഇല്ലീഗൽ ഡ്രഗ്സ് ഇവ ഏതുമാണ്. ഈ ഹാബിറ്റ് തുടങ്ങാൻ ഓരോ കാരണങ്ങൾ കണ്ടെത്തും, പിന്നീട് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിച്ചേരും. കുടുംബത്തിൽ ആരെങ്കിലും സബ്സ്റ്റൻസ് അബ്യൂസിന് അഡിക്റ്റ് ആണെങ്കിൽ കുട്ടികളിലും ഈ ശീലം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. സ്ട്രെസ്, കൂട്ടുകാരുടെ സമ്മർദ്ദം, ഡിപ്രഷൻ, ആൻസൈറ്റി പോലുള്ള മെന്റൽ ഇഷ്യൂസ്, മറ്റ് ട്രോമാറ്റിക് എക്സ്പീരിയൻസസ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഇവയൊക്കെ കാരണങ്ങളാണ്. ഇതുകൂടാതെ ഇവയൊക്കെ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണെങ്കിലും നിർബന്ധങ്ങൾ ഉണ്ടാകുന്നതും പിടിച്ചു നിൽക്കാൻ കഴിവില്ലാത്തതും വ്യക്തിയുടെ സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലവും ഒക്കെ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. പെരുമാറ്റത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, മൂഡ് ചേഞ്ചസ്, ഉത്തരവാദിത്തങ്ങളും കടപ്പാടുകളും നെഗ്ലക്റ്റ് ചെയ്യുക, അത് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള മാർഗങ്ങൾ അന്വേഷിച്ച് സമയം നഷ്ടപ്പെടുത്തുക, തലവേദന, വിറയൽ, വയറുവേദന, അമിത ക്ഷീണം, ഛർദി, അമിതമായി വിയർക്കൽ, ഡിപ്രഷൻ, ആൻസൈറ്റി, ഇറിറ്റബിലിറ്റി, പാൽപിറ്റേഷൻസ് തുടങ്ങിയ വിഡ്രോവൽ സിംറ്റംസ് കാണിക്കുക, മുൻപ് ഉപയോഗിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ അളവ് ഉപയോഗിക്കുക, ദൂഷ്യഫലങ്ങൾ അറിയാമെങ്കിലും സ്ഥിരമായി ഉപയോഗിക്കുക, സാമ്പത്തിക ബാധ്യതയും ബന്ധങ്ങളിൽ പ്രശ്നങ്ങളും ഉണ്ടാവുക, കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുക, ആരോഗ്യം ഒന്നിനൊന്ന് ക്ഷയിക്കുക തുടങ്ങിയവയൊക്കെ ലക്ഷണങ്ങളാണ്. സിവിയർ കേസസിൽ സീഷേഴ്സും ഹാലൂസിനേഷൻസും വരെ ഉണ്ടാകാം. ട്രീറ്റ്മെന്റ് ഓരോ വ്യക്തിയുടെയും ലക്ഷണങ്ങൾക്കനുസരിച്ചായിരിക്കും. രോഗിയുടെ ശരീരത്തിൽ നിന്നും ഡോക്ടേഴ്സിന്റെ മെഡിക്കൽ സൂപ്പർവിഷനിലൂടെ ഡീടോക്സിഫിക്കേഷൻ വേണ്ടിവരും. കൗൺസിലിങ്ങും തെറാപ്പി സെഷൻസും വേണം. ക്രേവിങ്ങും വിഡ്രോവൽ സിംറ്റംസും കുറയ്ക്കുന്നതിന് വേണ്ടി മെഡിക്കേഷൻ അസിസ്റ്റ് ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ട് വരും. സപ്പോർട്ട് ഗ്രൂപ്പുകളുടെ സഹായവും ആവശ്യമാണ്. ഫാമിലി മെമ്പേഴ്സിനെ ഇൻവോൾവ് ചെയ്തുകൊണ്ടുള്ള ഫാമിലി തെറാപ്പിയും വേണം. ഡിപ്രഷൻ, ആൻസൈറ്റി, PTSD പോലുള്ള മറ്റെന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ ഡ്യുവൽ ഡയഗ്നോസിസ് ട്രീറ്റ്മെന്റും ആവശ്യമാണ്. എക്സസൈസും ന്യൂട്രീഷനും സ്ട്രെസ് മാനേജ്മെന്റും ഒക്കെ ഉൾപ്പെടുത്തി ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യണം. ട്രീറ്റ്മെന്റിന് ശേഷം വീണ്ടും ഉപയോഗിക്കാതിരിക്കാനുള്ള ആഫ്റ്റർ കെയർ പ്ലാനിങ് ആവശ്യമാണ്. അഡിക്ഷന്റെ തീവ്രത അനുസരിച്ച് റെസിഡൻഷ്യൽ ട്രീറ്റ്മെന്റും ഔട്ട് പേഷ്യന്റ് ട്രീറ്റ്മെന്റും അവൈലബിൾ ആണ്. യുവാക്കളോട് ഒരു വാക്ക്: നിങ്ങളുടെ ഹെൽത്ത്, ഹാപ്പിനെസ്, ഫ്യൂച്ചർ ഇവയൊക്കെ വളരെ വിലയുള്ളതാണ്. നിങ്ങളെ ഓണർ ചെയ്യുന്നതും നിങ്ങളുടെ നന്മയ്ക്കും നിങ്ങളുടെ ഡ്രീംസിനും അനുയോജ്യമായ കാര്യങ്ങൾ മാത്രം ചൂസ് ചെയ്യുക.